ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ 2023-24 അധ്യയന വർഷത്തെ അടിസ്ഥാന പാഠാവലി ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് കഴിഞ്ഞ വർഷം നിങ്ങളുടെ അടിസ്ഥാന പാഠാവലി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് കൂട്ടുകാർ എന്ത് ചെയ്യുക, നിർദ്ദേശങ്ങളൊക്കെ നന്നായി വായിച്ചു മനസ്സിലാക്കുക. ഒന്നാമത്തെ പ്രവർത്തനം നോക്കിയാലോ, എന്താണ്? യെസ്, വായിക്കാം എഴുതാം അല്ലേ. വിദ്യകളെല്ലാം അഭ്യസിച്ച് സന്യാസം സ്വീകരിച്ച് ശങ്കരാചാര്യർ കാശിയിലെത്തി. ഒരു ദിവസം ശിഷ്യരൊത്തും മാധ്യാഹ്നകർമ്മത്തിന് പോകുമ്പോൾ 4 നായ്ക്കളുമായി ഒരു ചണ്ടാളനെതിരെ വരുന്നത് കണ്ടു. ഉടനെ ശങ്കരാചാര്യർ മാറിപ്പോ എന്ന് ആക്രോശിച്ചു. ഈ ഗംഗാജലത്തിലും പുറത്തെ ചെളിക്കുണ്ടിലും നിഴലിക്കുന്നത് ഒരേ സൂര്യനാണല്ലോ. എൻ്റെ ശരീരത്തിലും അങ്ങയുടെ ശരീരത്തിലും ഒഴുകുന്നത് ഒരേ നിറമുള്ള ചോരയാണല്ലോ. പിന്നെ എന്തിനു മാറിപ്പോകണമെന്ന് ചണ്ടാളൻ തിരിച്ചു ചോദിച്ചു. ഇത് കേട്ട ശങ്കരാചാര്യരാണ് ആ ചണ്ടാളന് മുന്നിൽ ശിരസ്സു കുനിച്ച് ഞാൻ അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. ശങ്കരാചാര്യരെ പരീക്ഷിക്കാൻ ബ്രേഷപ്രത്യനായി വന്ന ശിവനായിരുന്നത്രേ ആ ചണ്ടാളൻ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. വിദ്യകളെല്ലാം അഭ്യസിച്ച് സന്യാസം സ്വീകരിച്ച് ശങ്കരാചാര്യർ എത്തിച്ചേർന്നത് എവിടെ എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എവിടെയായിരുന്നു? അതെ, കാശിയിലാണല്ലേ. ദെൻ മാറിപ്പോ എന്ന് ശങ്കരാചാര്യർ ആക്രോശിച്ചത് ആരോടാണ്? ആരോടായിരുന്നു? അതെ, ചണ്ടാളനോടാണല്ലേ. ആൻസർ ചണ്ടാളനോട്. ദെൻ ചണ്ടാളനോടൊപ്പം ഉണ്ടായിരുന്നത് നായ്ക്കൾ, ശങ്കരാചാര്യർ ശിഷ്യന്മാർ. ആരായിരുന്നു? അതേ, നായ്ക്കളാണല്ലേ. ആൻസർ നായ്ക്കൾ. ദെൻ എന്തുകൊണ്ടായിരിക്കും ശങ്കരാചാര്യർ ചണ്ടാളന്റെ ശിഷ്യത്വം സ്വീകരിച്ചത്? എന്തുകൊണ്ടാണ്? യെസ്, ചണ്ടാളന്റെ വാക്കുകളിലെ സന്ദേശം ഉൾക്കൊണ്ടിട്ടാണല്ലേ. ചണ്ടാളന്റെ വാക്കുകളിലെ സന്ദേശം ഉൾക്കൊണ്ടിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. ഈ ഗംഗാജലത്തിലും പുറത്തെ ചെളിക്കുണ്ടിലും നിഴലിക്കുന്നത് ഒരേ സൂര്യനാണല്ലോ. ഇത് അർത്ഥമാക്കുന്നത് എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് കൂട്ടുകാരെ? അതെ, പ്രപഞ്ച തേജസ് എല്ലാവരിലും എന്താണ്? ഒരുപോലെയാണെന്നാണല്ലേ. പ്രപഞ്ച തേജസ് എല്ലാവരിലും ഒരുപോലെയാണ്. ആൻസർ പ്രപഞ്ച തേജസ് എല്ലാവരിലും ഒരുപോലെയാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. വാഗ്മയ ചിത്രമാണ് അല്ലെ. പ്രവർത്തനം 2 നോക്കൂ. വലത് കൈയിൽ സന്തത സഹചാരിയായ മുളവടി, ഇടതു കൈയിൽ ഒരു കൊച്ചു ഭാണ്ഡം, ഉടുവസ്ത്രമായി സുപരിചിതമായ ഒറ്റമുണ്ട്, ചുണ്ടിൽ നനുത്ത പുഞ്ചിരി, കണ്ണുകളിൽ ദൃഢനിശ്ചയത്തിന്റെ ജ്വലനം, അജയ്യതയുടെ പ്രതീകം എന്ന പാഠഭാഗത്തിലെ ഗാന്ധിജിയുടെ ഒരു വാഗ്മയ ചിത്രമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ മുത്തച്ഛൻ്റെയോ മുത്തശ്ശിയുടെയോ ഒരു വാഗ്മയ ചിത്രം തയ്യാറാക്കുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുത്തച്ഛൻ്റെ ആവാം, മുത്തശ്ശിയുടെ ആവാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരുടെയെങ്കിലും എന്ത് ചെയ്യുക, ആ ഒരു വാഗ്മയ ചിത്രം തയ്യാറാക്കുക. ഓക്കെ, നമുക്കിവിടെ ഒരു മാതൃക നോക്കാം. കുളിച്ച് ഈറനോടെ ചുണ്ടിൽ നാമവുമായി കടന്നു വരുന്ന മുത്തശ്ശിയുടെ രൂപം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ചന്ദനക്കയുടെ അമ്മയിൽ അരച്ചെടുക്കുന്ന ചന്ദനമാണ് നെറ്റിയിൽ തൊടുക. നീളത്തിൽ ഒറ്റ വരക്കുറി. മുറിയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ചന്ദനത്തിന്റെയും ഭസ്മത്തിന്റെയും കലർപ്പുള്ള ഒരു നേർത്ത ഗന്ധമാണ്. കഥ പറഞ്ഞതെന്നും ശ്ലോകങ്ങൾ ചൊല്ലി കേൾപ്പിച്ചും മുടിയിഴകളിലൂടെ വിരലോടിച്ചു കവിതകൾ പാടിയതെന്നും ഉറക്കിയിരുന്നത് മുത്തശ്ശി തന്നെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ രീതിയിലൊരു വാഗ്മയ ചിത്രം നിങ്ങളുടെ മുത്തച്ഛൻ്റെയോ മുത്തശ്ശിയുടെയോ ഒക്കെ തയ്യാറാക്കുക. ഓക്കെ, ഇതിൽ ലോലം എന്നതിന് പകരം പദം ബ്രാക്കറ്റിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ലോലം എന്നതിന് പകരം പദം അല്ലേ. കടുപ്പം, മൃദു, ചൂട്. ഏതായിരിക്കും പകരം പദം? അതെ, മൃദുവാണല്ലേ. ആൻസർ എന്താണ്? മൃദു. കേതൻ പ്രവർത്തനം 3 അഭിപ്രായക്കുറിപ്പാണല്ലേ. കണ്ണിലെ സൂര്യൻ കവിതാഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഉച്ചയാവുന്നു നേരം പരുക്കൻ പാതവക്ക് തിരക്കു പിടിച്ചുപോ യാത്രികൻ പെട്ടെന്ന് പൊന്തും തകരവാദിൻ കാറ്റുപോലും നിലയ്ക്കുന്നു കാൺക മുമ്പിൽ ഉരുൾ ചക്രം അതിന്മീതെ ബാലൻസ് തെറ്റുന്ന ലോഹപ്പലക തല കിഴുക്കാൻ തൂക്കു നിൽക്കുന്ന 2 പൈതങ്ങൾ നെറുകയിൽ കണ്ണീർ നിറച്ച മൺകുടവുമായൊരു കാലിൽ എത്ര വേഗത്തിൽ തിരിയുമ്പോഴുമ്മ പുഞ്ചിരിക്കുന്നു വെയിലത്തിളയമോൻ. എഴുന്നേറ്റു നിൽക്കാൻ പഠിക്കയാണപ്പുറം കയ്യടിക്കുമ്പോഴും കണ്ടില്ല കാണികൾ കരയുന്ന കുഞ്ഞിന്റെ കണ്ണിലെ സൂര്യനെ. ഋഷികേശൻ PB. കവിത വായിച്ചില്ലേ കൂട്ടുകാരെ? യെസ്, ഇത്തരം കാഴ്ചകൾ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? തള്ളവരിലില്ലാത്ത ഗ്രാമം എന്ന പാഠഭാഗം നമ്മൾ പഠിച്ചതല്ലേ. സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന പീഡനങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ഒരു വലിയ സമൂഹത്തെയാണല്ലോ നാം അവിടെ കാണുന്നത്. കവിതയിലെ ആശയവും പാഠഭാഗത്തെ ആശയവും പരിഗണിച്ച് അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ അഭിപ്രായക്കുറിപ്പാണല്ലേ എഴുതേണ്ടത്. അപ്പം നിങ്ങളുടേതായ അഭിപ്രായങ്ങളും കൂടി ഉൾക്കൊള്ളിച്ച് നിങ്ങളുടേതായ ആശയങ്ങളും കാര്യങ്ങളും അതുപോലെ കവിതയിലെ ആശയങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? യെസ്, അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാൻ. നമുക്കൊരു മാതൃക നോക്കിയാലോ.
നമുക്ക് ആൻസർ നോക്കാം. ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങൾക്കെതിരെ ഒരു കൂട്ടം തൊഴിലാളികളുടെ ശക്തമായ പ്രതികരണം വരച്ചു കാട്ടുന്ന നോവലാണ് ആനന്ദ് രചിച്ച ഗോവർദ്ധന്റെ യാത്രകൾ. ഇതിൽ ബംഗാളിലെ ഒരു ഗ്രാമത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അവിടെയുള്ള നെയ്ത്ത് തൊഴിലാളികൾ അധികാരികളുടെ ക്രൂരതയിൽ പ്രതിഷേധിച്ച് തള്ളവിരൽ മുറിച്ച് കളഞ്ഞവരാണ്. ആ ഗ്രാമത്തിലേക്ക് തൻ്റെ കുരുടൻ പൂച്ചയുമായി എത്തുന്ന ഗോവർദ്ധനൻ ആ നെയ്ത്ത് ഗ്രാമത്തിലെ ജീവിതവും വേദനകളും വിവരിക്കുന്നു. നിറമില്ലാത്ത ജീവിതം കെട്ടിയാടേണ്ടി വരുന്ന അനേക നാടോടി ബാല്യങ്ങളുടെ പ്രതിനിധികളെയാണ് നാം ഈ കവിതയിൽ കാണുന്നത്. ഉയർത്തിക്കെട്ടിയ ലോഹപ്പലകയിലെ ചെറിയ പടിക്കെട്ടിൽ ഞാണിന്മേൽ കളിയിലെ അഭ്യാസി, ചിലപ്പോൾ വർണ്ണ ബലൂണുകൾ വിൽക്കാൻ വെത്തുന്നവർ, ഇങ്ങനെ ദിവസേന പല രൂപങ്ങളിൽ നാം കണ്ടുമുട്ടുന്നു. ഇഴജന്തുക്കളോടും തെരുവ് നായ്ക്കളോടും കാറ്റിനോടും മഴയോടും മല്ലിട്ട് ജീവിക്കുന്ന ഇവർ മാനവികതയുടെ ദീപം തെളിയിക്കാൻ നാം പരിശ്രമിക്കണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഇതുപോലൊരു അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. മാതൃത്വത്തിൻ്റെ കവിയത്രി എന്ന് വിളിക്കുന്നത് ആരെയാണെന്നാണ് അല്ലെ ചോദിച്ചിട്ടുള്ളത്. ആരെയാണ്? അത് നമുക്കറിയാം, ബാലാമണി അമ്മയാണ് അല്ലേ. ആരാണ്? ബാലാമണി അമ്മ. ഓക്കെ, ദെൻ പ്രവർത്തനം 4 ആസ്വാദനക്കുറിപ്പ്. അച്ഛൻ മൊട്ടക്കുന്ന് വിലയ്ക്ക് മേടിച്ചത്, ഉതിർന്ന് കിടന്ന് ചരൽക്കല്ല് നീക്കി കുന്നു കിളപ്പിച്ചത്, തൈക്കുണ്ടുകൾ കുഴിച്ചത്, മുറ്റത്തെ തെങ്ങിൽ നിറഞ്ഞു മുറ്റിയ കുലകൾ നോക്കി മെല്ലെ മെല്ലെ മിഴികൾ താഴ്ത്തി പതുക്കെ ചുമര് പിടിച്ച് അകത്തെ മുറിയിലേക്ക് കയറി പോയത്. അക്കമ്മ എന്ന പാഠഭാഗം ഓർമ്മയില്ലേ? തന്നിരിക്കുന്ന കവിത വായിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കർഷകൻ എന്നൊരു കവിതാഭാഗമാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. ഗ്രീഷ്മത്തിലെല്ലാം കരിഞ്ഞു പോകുമ്പോഴും ഗ്രാമം സമൃദ്ധമായി നിന്നിരുന്നു. തെങ്ങും കവുങ്ങും മുളകും കൊടികളാൽ തൊങ്ങലണിയിച്ച പാഴ്മരവും ചേനയും ചീരയും വാഴയും മത്തയും ചേമ്പും കരിമ്പും പടവലവും പ്ലാവും പനയും പുളിമരവും കടപ്ലാവുമിലവും പറങ്കിമാവും മാവും മുരിങ്ങയും മറ്റു മരങ്ങളും മുറ്റിത്തഴയ്ക്കുന്ന ഭൂപ്രദേശം. ദൂരത്തു നിൽക്കുകിൽ കാണാമഴകുറ്റ പച്ചത്തഴപ്പും പനന്തലപ്പും. കർഷകനാണീ യഴകു തുളുമ്പുന്ന പച്ചത്തഴപ്പിൻ്റെ നെയ്ത്തുകാരൻ. തന്മേ വിയർപ്പിനാൽ ജീവനം നൽകിയും പ്രത്യാശകൾ കൊണ്ട് ഉയിർക്കൊടുത്തും വറ്റാതെ വാടിക്കരിയാതെ നിർത്തുന്നു കർഷകനെന്നുമീ ഗ്രാമഭംഗി. പി മധുസൂദനൻ നായരുടെ കവിതാഭാഗമാണല്ലേ ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് എന്താ കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണല്ലേ. അപ്പോൾ ഈ കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. നമുക്ക് ആൻസർ എഴുതാം. കർഷകൻ എന്ന കവിതയിലൂടെ പി മധുസൂദനൻ തൻ്റെ മെയ് വിയർപ്പിനാൽ ജീവിതം നൽകിയ ഗ്രാമഭംഗി നിലനിർത്തുന്ന കർഷകനെ കുറിച്ചാണ് പറയുന്നത്. ഒരു കർഷകന്റെ ജീവിതം വളരെ ലളിതമായ ആവിഷ്കാരത്തിലൂടെ നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നു. കർഷകന്റെ ജീവിതവും അധ്വാനവും പ്രത്യാശയും ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ജലവും മണ്ണും ജീവന്റെ ഊടും പാവുമാണ്. അന്നമില്ലാതെ ഉയിരിന് ദേഹത്ത് നിലനിൽപ്പില്ല. ഉയിരിൽ കാവൽക്കാരനാണ് കർഷകൻ. മണ്ണിൽ വിതയ്ക്കുന്ന വിത്ത് വാനിൽ കനവിൽ കിനാവാക്കി മാറ്റുന്നതും അവനാണ്. ചേമ്പും കരിമ്പും പടവലവും ചേനയും ചീരയും മാവും ഒരുങ്ങി മറ്റു മരങ്ങളും മുറ്റിത്തഴയ്ക്കുന്ന ഭൂപ്രദേശങ്ങളാക്കി മാറ്റിയത് കർഷകനാണ്. കർഷകനാണ് ഇതിനെ ഊട്ടി വളർത്തിയത്. തഴമ്പിച്ച കരങ്ങളും വിണ്ടുകീറിയ പാദങ്ങളും നോവിൻ ഭാണ്ഡം പേറി മണ്ണിൽ മല്ലിടുന്നത് മനുഷ്യന്റെ വിശപ്പ് മാറ്റാനാണ്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ: കർഷകനാണീ അഴകു തുളുമ്പുന്ന പച്ചത്തഴപ്പിന്റെ നെയ്ത്തുകാരൻ. ഗ്രാമത്തിന്റെ ഭംഗി വാടാതെ കരിയാതെ പ്രത്യാശയോടെ നിലനിർത്തുന്നത് കർഷകനാണ്. അപ്പം നിങ്ങളും എന്ത് ചെയ്യുക? യെസ്, ഇതുപോലൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കൂ. സാർത്ഥകം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? അതെ, അർത്ഥത്തോട് കൂടിയത് എന്നാണല്ലേ. അർത്ഥത്തോട് കൂടിയത്. ഓക്കെ, ദെൻ പ്രവർത്തനം 5 നോക്കിയാലോ. വിശകലന കുറിപ്പാണല്ലേ. എന്താ ഉണ്ണി ഷർട്ട് മുഴുവൻ ചളിയാക്കി കൊണ്ടുവന്നിരിക്കുക? മുറ്റത്തെ ചളി മുഴുവൻ വീടിനകത്താക്കുമല്ലോ ഈ ചെക്കൻ. പനി പിടിക്കും മോളെ, മഴയത്ത് നിന്ന് കയറി വാ. മുതിർന്നവർ കുട്ടികളോട് പലപ്പോഴും പറയുന്ന കാര്യങ്ങളാണല്ലോ ഇവ. ചുവടെ തന്നിരിക്കുന്ന വരികൾ ശ്രദ്ധിക്കൂ. ഇച്ചയാ നമ്മൾക്ക് കൂത്താടാനല്ലെങ്കിൽ ഇച്ചളിയുണ്ടായതെന്തിനാവോ ബാലലീല. വരികളും മുകളിലെ പരാമർശങ്ങളും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. വിശകലന കുറിപ്പാണല്ലേ കൂട്ടുകാരെ തയ്യാറാക്കേണ്ടത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. എഴുതാം. ഈ കവിതയിൽ സ്വാതന്ത്ര്യത്തിന്റെ മാധുര്യത്തെയാണ് വർണ്ണിക്കുന്നത്. അമ്മയുടെ ചേലത്തുമ്പിൽ നിന്ന് വിട്ട് കൂട്ടുകാരോടൊത്ത് കളിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടി ക്രമേണ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാകുന്നു. ആ സ്വാതന്ത്ര്യം അവന്റെ ചിന്തകളെയും വ്യക്തിത്വത്തെയും വികസിപ്പിക്കുന്നു.
കളിവഞ്ചി നിർമ്മിച്ച് മഴവെള്ളത്തിലൊഴുക്കാൻ, മഴവെള്ളത്തിൽ ഒച്ചയുണ്ടാക്കി കളിക്കൽ, ചെളിയിലിറങ്ങൽ ഇതെല്ലാം മുതിർന്നവർക്ക് ഇഷ്ടമില്ലാത്തതും കുട്ടികൾക്ക് ഇഷ്ടമുള്ളതുമായ കാര്യങ്ങളാണ്. കവി ഇതെല്ലാം നല്ലതാണെന്നാണ് പറയുന്നത്. ഇഷ്ടമുള്ള പ്രവൃത്തികൾ താല്പര്യത്തോടെ ചെയ്യാൻ മറ്റൊരാൾ സമ്മതിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യത്തിന്റെ മധുരം നാം അറിയുന്നത്. മഴവെള്ളത്തിലും ചേറിലും കളിക്കുന്ന കുട്ടികളെ കണ്ട് വൃദ്ധർ അവരെ വിലക്കുന്നു. അവരുടെ വാക്കുകൾ കേൾക്കാതെ കുട്ടികൾ കളിക്കുന്നു. കുട്ടികൾക്ക് കളിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ചെളിയുണ്ടായത് എന്നാണ് അവർ ചോദിക്കുന്നത്. മഴവെള്ളത്തിലും ചെളിയിലും കളിക്കാനാണ് അവരുടെ വാക്കുകൾ കേൾക്കാത്ത കുട്ടികൾ കളിക്കുന്നത്. കേൾക്കാതെ കുട്ടികൾ കളിക്കുന്നു. കുട്ടികൾക്ക് കളിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ചെളിയുണ്ടാക്കിയത്? മുതിർന്നവരുടെ വാക്കുകൾക്ക് അവർ വില കൽപ്പിക്കുന്നില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഇതുപോലെ നിങ്ങളുടേതായ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, നിങ്ങളുടേതായ ആശയങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക? കവിതയും കൂടി വരികളും കൂടി വായിച്ച് വിശകലനം ചെയ്തൊരു വിശകലനക്കുറിപ്പ്, അതായത് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ. പ്രവർത്തനം 6 പ്രതികരണ കുറിപ്പാണ് അല്ലേ. ഒരു ചെടിയും നട്ടുവളർത്തി ലോണപ്പൂവെങ്ങനെ നുള്ളാൻ, ഒരു വയലും പൂട്ടി വിതച്ചി ലോണച്ചോറെങ്ങനെയുണ്ണാൻ. കവി നമ്മുടെ നാടിൻ്റെ അവസ്ഥയെ ഇങ്ങനെയാണ് വരച്ചു കാണിക്കുന്നത്. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഇന്നത്തെ ഓണം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ അന്യനാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. കവി NV കൃഷ്ണവാര്യർ പറയുന്നത് പോലെ നമ്മൾ ഒരു ചെടിയും നട്ടു വളർത്തുന്നില്ല, പിന്നെ എങ്ങനെയാണ് പൂന്നുള്ളുക? ഒരു വയലും നമ്മൾ പൂട്ടിയൊരുക്കുന്നില്ല. ഓണച്ചോറിനായി അങ്ങനെ പഴവും തുണിയും മാത്രമല്ല കളിപ്പാട്ടങ്ങളും നമുക്ക് അന്യനാട്ടിൽ നിന്ന് എത്തുന്നു. മുറ്റവും ആഹ്ലാദവും നഷ്ടപ്പെടുത്തി 7ാം മാളിക മുകളിൽ ഫ്ലാറ്റ് ഓണം കൊള്ളുകയാണ് നമ്മൾ. നഗരവൽക്കരണത്തിന്റെ ഫലമായി നമുക്ക് കൃഷിയും ഗ്രാമങ്ങളും മാത്രമല്ല നന്മയുള്ള മനസ്സും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നമുക്ക് ഗ്രാമങ്ങളെ സ്വപ്നം കാണാം, നന്മകളെ തിരിച്ചു കൊണ്ടുവരാം. കാണം വിൽക്കാതെ നമുക്ക് ഓണം ഉണ്ണാൻ വേണ്ടി അധ്വാനത്തിന്റെ മഹത്വം തിരിച്ചറിയാം. മലയാള മണ്ണിൽ പൊന്നു വിളയിക്കാം. കാർഷിക സംസ്കാരത്തിന്റെ ഉത്തമമായ ഓണത്തിന്റെ ഗ്രാമീണ ചൈതന്യം വീണ്ടെടുക്കാനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഇതുപോലൊരു പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുമല്ലോ. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.